ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈക്വലൻസ് ഓഫ് NDFA ആൻഡ് DFAയുടെ എക്സാമ്പിൾസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈക്വലൻസ് ഓഫ് NDFA ആൻഡ് DFA ആണ് ചെയ്തത്. അതിൻ്റെ പ്രൂഫ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഹിയർ അതിനുള്ളൊരു എക്സാമ്പിളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അതിൽ ഒരു ഈക്വലൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു NDFA DFA ഈക്വലൻ എന്ന് പറയുകയാണെങ്കിൽ അവർ തമ്മിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ഈക്വൽ ആയിരിക്കണം. ദെൻ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷനാണ് നമ്മൾ അവിടെ ഒരു പ്രൂവ് ചെയ്യുന്നത്. ആ ട്രാൻസിഷൻ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസിഷൻ ഡെൽറ്റ ഡാഷ് Q0 ഡാഷ് എക്സ് ഈക്വൽ ടു ഡെൽറ്റ Q0 എക്സ്. ദാറ്റ് മീൻസ് Q ഡാഷ് എന്ന് പറഞ്ഞാൽ Q ഡാഷ് 0 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ അക്സെപ്റ്റ് ചെയ്താൽ അതിൽ ഇൻപുട്ട് കൊടുത്താൽ അവിടെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് നമുക്ക് നെക്സ്റ്റ് കിട്ടുന്ന സ്റ്റേറ്റ് അത് ഈ Q0 എക്സ് അതിനോടായിട്ട് ഈക്വൽ ആയിരിക്കണം. ദെൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് NDFAൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാമാണ്. ദെൻ ദിസ് വൺ ഈസ് DFAൻ്റെ സ്റ്റേറ്റ് ഡയഗ്രാം. നെക്സ്റ്റ് നമുക്ക് ഇതിലുള്ള ട്യൂപ്പിൾസ് ഓരോന്ന് നോക്കാം. Q ആൻഡ് Q ഡാഷ്, Q ഫോർ NFA ആൻഡ് Q ഡാഷ് ഫോർ DFA. നമുക്ക് DFAയിൽ വരുന്ന ഈ Q എന്ന് പറയുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ Q ഡാഷിൻ്റെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 2⁻Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ചെയ്യാം. ദെൻ കാരണം നമുക്ക് ഉണ്ടാവുന്ന സ്റ്റേറ്റ്സ് എത്ര ഉണ്ടോ അതിനേക്കാളും 2⁻Q സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതിൽ DFAയിലേക്ക് ആകുമ്പോൾ. അതൊക്കെ നമ്മൾ ആ കൺവേർഷനിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കാം. ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 ആണ് രണ്ടിലും. ദെൻ നെക്സ്റ്റ് ഫൈനൽ സ്റ്റേറ്റ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സെറ്റ് ആയിരിക്കും Q2. നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ Q2 ആണ് ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്. ദെൻ Q2 എവിടെയൊക്കെ വരുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും DFAയിൽ. ഈ കണ്ടീഷൻസൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് ഒന്നും കൂടി പറഞ്ഞെന്നുള്ളൂ. സോ ഈ രണ്ട് തന്നിരിക്കുന്ന ഡയഗ്രാം നമുക്ക് ഈക്വലൻ്റ് ആണെന്ന് നോക്കാം. സ്റ്റേറ്റ് ഡയഗ്രാം ഈക്വലൻസ് ആണോ നോക്കാം. സോ ഫസ്റ്റ് നമുക്കൊരു ഈ കണ്ടീഷൻ വെച്ച് നോക്കാം. Q0 ഒരു DFA, ഇതാണ് നമ്മുടെ DFAയിലുള്ള Q0 ഒരു ഇൻപുട്ട് നമുക്ക് ഇവിടെ ഇൻപുട്ട് A ആയിട്ട് എടുക്കാം. ദെൻ സ്റ്റേറ്റ് A B C 3 ഇൻപുട്ട്സാണ് വരുന്നത്. സോ A B C 3 ഇൻപുട്ട്സ് കൺസിഡർ ചെയ്യുന്നുണ്ട് ഇവിടെ. സോ ഞാനിവിടെ Q0ക്ക് ഇത് റഫായിട്ട് ഞാൻ ഇതാക്കുന്നുള്ളൂ, ടേബിളൊന്നും കൺസ്ട്രക്ട് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഈക്വലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. Q0ക്ക് A എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് Q0ക്ക് കിട്ടുന്ന സ്റ്റേറ്റ് Q0 Q1 Q0 Q1. ഇത് ദെൻ Q0ക്ക് നമ്മൾ B എന്നുള്ള ഇൻപുട്ട് കൊടുത്താൽ Q0 തന്നെയാണ് കിട്ടുന്നത്. ദെൻ ഓക്കെ Q0 B വേറെ ഒരു ഇൻപുട്ട് വരുന്നില്ല. ദെൻ C എന്ന് പറഞ്ഞാൽ Q0ക്ക് C എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് Q2. വേറെ ഒരു മൂവ്മെൻറ്റ്സ് വരുന്നില്ല. സോ അതാണ് നമ്മളുടെ Q0ൻ്റെ DFAയിൽ വരുന്ന മൂവ്മെൻറ്റ്സ്. ഇനി നമുക്ക് NFAയിലുള്ളത് നോക്കാം. NFAയിൽ നമ്മൾ Q0 കൊടുത്താൽ Q0 Aയിൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് Q0 A കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ലൂപ്പാണ് Q0. ദെൻ Q1 വേറെ ഇല്ല. ദെൻ അതുപോലെ Q0ൽ B കൊടുത്താൽ നമുക്ക് Q0 കിട്ടും. ദെൻ Q0ൽ വേറെ മൂവ്മെൻറ്റ് വരുന്നില്ല. ദെൻ Q0ൽ C കൊടുത്താൽ Q2 കിട്ടും. സോ NFA. ദെൻ DFAൻ്റെ നമ്മൾ കൊടുത്ത ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന മൂവ്മെൻറ്റ്സ്, നമുക്ക് കിട്ടുന്ന ട്രാൻസിഷൻ ഫംഗ്ഷനും രണ്ടിൻ്റെയും ഈക്വലാണ് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. Q0 ആ ഒരു ഇക്വേഷൻ ഇവിടെ ഞാൻ എഴുതുന്നുണ്ട്. Q'0 എക്സ് ഈ ഒരു ഫംഗ്ഷൻ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ട്രാൻസിഷൻ ഫംഗ്ഷൻ ഓഫ് Q0
എക്സ്. നമ്മളിവിടെ Q0 ഇത് DFAൻ്റെ ഫംഗ്ഷനാണ്. Q0ക്ക് നമ്മൾ ഒരു ഇൻപുട്ട് എ എന്ന് കൊടുത്തു, ഇവിടെ എ എന്ന് കൊടുത്തു. ദെൻ Q0 എ. ദെൻ നമുക്ക് ഇവിടെ കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ Q0 എക്ക് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് സെയിം. ഇത് നമുക്ക് Q0 എ കൊടുത്താൽ ഇവിടെ കിട്ടുന്നത് എന്താണ്? നമുക്ക് Q0 Q1 എന്ന് പറഞ്ഞ സെറ്റ്. ദെൻ ഹിയർ നമുക്ക് കിട്ടുന്നതും Q0 Q1 എന്ന് പറഞ്ഞ സെറ്റും. സോ ബോത്ത് ആർ ഈക്വൽ. ലൈക്ക് ദാറ്റ് നമുക്ക് ഓരോ മൂമെൻറ്റ്സും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈക്വലൻസ് ആയിട്ട് കിട്ടും. സോ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം NDFAയും DFAയും ഈക്വലൻ്റാണ് നമുക്ക് ഇവിടെ നിന്ന് പ്രൂവ് ആയി കഴിഞ്ഞു ഈ എക്സാമ്പിൾ വെച്ചിട്ട്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ് ഡയഗ്രാം NFAയുടെയും DFAയുടേതും ഈക്വലൻ്റ് ആണോ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡയഗ്രാം എങ്ങനെയാണ്, ഏതാണ് NFA ഏതാണ് DFA എന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്ന് അറിയാമോ? ഒരു NFAൻ്റെ റൂൾസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇൻപുട്ട്, ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്താൽ, ഇപ്പോൾ ഈ സ്റ്റേറ്റിൽ നിന്ന് ഒരു എ എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്താൽ അതിനുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയണമെങ്കിൽ മോർ ദാൻ 1 മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. പക്ഷേ DFAൻ്റെ കേസ് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇൻപുട്ട് കൊടുത്താൽ ഒരു ഇൻപുട്ടിന് ഒരു മൂവ്മെൻറ്റേ ഉണ്ടാവുള്ളൂ. എ എന്ന് പറഞ്ഞതിന് ഒരു മൂവ്മെൻറ്റ് അടുത്ത സ്റ്റേറ്റിലേക്ക് ഉണ്ടാവുള്ളൂ. ബട്ട് എ എന്ന് പറഞ്ഞൊരു NFAയിൽ വരികയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ഇൻപുട്ടിന് Q1 Q0 ഇപ്പോൾ Q1 Q2 Q3 അപ് ടു Qn എത്ര സ്റ്റേറ്റ്സിലേക്ക് വേണമെങ്കിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സോ നമ്മൾക്ക് ഇവിടെ ട്രാൻസിഷൻ നമ്മുടെ റൂൾ എന്തായിരുന്നു? ഡെൽറ്റ ഡാഷ് Q ഡാഷ് എക്സ് ഈക്വൽ ടു ഡെൽറ്റ Q0 എക്സ് ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. സോ നമുക്കിവിടെ Q0 ഫസ്റ്റ് സ്റ്റാർട്ടിങ് Q0 സ്റ്റേറ്റ്സ് നോക്കാം. സ്റ്റേറ്റ്സ് ഇവിടെ എയും ബി ആണ് നമ്മുടെ ഇൻപുട്ട്. ദെൻ എ ആൻഡ് ബി. Q0 ആദ്യം NFAൻ്റെ നോക്കാം. Q0ക്ക് നമ്മൾ എ ഇൻപുട്ട് കൊടുത്താൽ Q0 തന്നെയാണ്. ദെൻ വേറെ ഇല്ല. ദെൻ Q0ക്ക് ബി ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് Q0 ആൻഡ് Q1. ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ DFAയുടെ നോക്കാം. Q0ക്ക് എ ഇൻപുട്ട് വന്നാൽ നമുക്ക് കിട്ടുന്നത് Q0 തന്നെയാണ്. ഓക്കെ. ദെൻ Q0ക്ക് നമ്മൾ ബി ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Q1 ആൻഡ് Q2 ആണ്. സോ നമുക്കിവിടെ നോക്കിയാൽ കാണാം എക്കുള്ള മൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. ബട്ട് ബി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നില്ല. കാരണം നമ്മളുടെ കണ്ടീഷൻ Q'0x ട്രാൻസിഷൻ ഈസ് ഈക്വൽ ടു Q'0x. ഇതിൽ Q0 എന്ന് Q'ടെ ഉണ്ടെങ്കിൽ നമുക്ക് ബീൻ്റെ കേസ് നോക്കാം. Q0 ബിക്ക് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഇൻപുട്ട് നമുക്കറിയാം. ഫസ്റ്റത്തെ DFAൻ്റെത് Q0 Q1 ആണ്. ദെൻ NFAൻ്റെ കേസ് എടുത്താൽ Q0B നമുക്ക് കിട്ടുന്നത് Q1 ആൻഡ് Q2 ആണ്. Q1 ആൻഡ് Q2 ആണ്. ഹിയർ മറ്റേ DFAക്ക് നമുക്ക് കിട്ടിയത് Q0 ആൻഡ് Q1 ആണ്. സോ ഇത് രണ്ടും സെയിം അല്ല. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ് ഡയഗ്രാം ഈക്വലൻ്റ് അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. സംടൈംസ് നമ്മൾ ഫസ്റ്റത്തെ 2 സ്റ്റെപ്സ് നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പിലായിരിക്കും നമുക്ക് ഈക്വലൻസ് കിട്ടാണ്ടിരിക്കാം. സോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സ്റ്റേറ്റ്സും കമ്പയർ ചെയ്തിട്ട് വേണം ഈക്വലൻ്റ് ആണോ അല്ലേ എന്നുള്ളത് പറയാൻ. ഫസ്റ്റത്തെ 2 സ്റ്റെപ്സ് നോക്കിയിട്ട് നമ്മൾ ഈക്വലൻ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻസ് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ
സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.